കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കരാറുകാരന് പിഴത്തുക ഒഴിവാക്കി നൽകാനുള്ള തീരുമാനം തിരുത്തി മഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം. ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഒക്ടോബർ 3 കൌൺസിൽ തീരുമാനം റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചത്. LDF അംഗങ്ങളുടെ വിയോജിപ്പോടെയാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. കരാറുകാരനെ രക്ഷിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ നീക്കം സംബന്ധിച്ച് പത്രങ്ങളിൽ വാർത്ത വന്നതോടെ ജനവികാരം നഗരസഭയ്ക്കെതിരായിരുന്നു. ഇതോടെയാണ് കൌൺസിൽ ചേർന്ന് തീരുമാനം തിരുത്താൻ UDF തയ്യാറായത്. കൌൺസിലിന്റെ പുതിയ തീരുമാനം GD മുഖേന ഡയറക്ടർക്ക് കൈമാറും. ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലുണ്ടായ കാലതാമസത്തിന് കരാറുകാരനിൽ നിന്നും പിഴയായി 3.33 ലക്ഷം രൂപ ഈടാക്കാൻ 2022-23 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഖണ്ഡിക 1/37 ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഒഴിവാക്കി നൽകാൻ കൌൺസിൽ യോഗത്തിൽ രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസം മറന്ന് ഒന്നിച്ചിരുന്നു. ഒരു അംഗം പോലും എതിർക്കാതിരുന്നതോടെയാണ് ഇത് സംബന്ധിച്ച സപ്ലിമെന്ററി അജണ്ട കൌൺസിലിൽ പാസ്സായത്. ഈ തീരുമാനം പുനഃപരിശോധിക്കുകയെന്ന ഒരു അജണ്ട മാത്രമായിരുന്നു ഇന്നത്തെ കൌൺസിലിൽ ഉണ്ടായത്. മുൻ കൌൺസിൽ തീരുമാനം പിൻവലിക്കണമെന്നും കരാറുകാരനിൽ നിന്ന് പിഴത്തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മുസ്ലിം ലീഗ് അംഗം യാഷിക് മേച്ചേരി ആവശ്യപ്പെട്ടു. ഇതിനെ മണ്ഡലം ലീഗ് പ്രസിഡന്റ് കൂടിയായ കണ്ണിയൻ അബൂബക്കർ അനുകൂലിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥൻ കൌൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് അബൂബക്കർ ആരോപിച്ചു. കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥൻ മറുപടി പറയണം. അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ UDF തയ്യാറല്ല. നേരത്തെയുള്ള തീരുമാനം റദ്ദ് ചെയ്യണം. കരാറുകാരനിൽ പിഴത്തുക ഈടാക്കണം. തീരുമാനത്തിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തിരുത്തിയത്. ഭാവിയിൽ ഏതു കരാറുകാരനെതിരെയും ഇത്തരം ഓഡിറ്റ് പരാമർശമുണ്ടായാലും നടപടി നേരിടണമെന്നും നിർവഹണ ഉദ്യോഗസ്ഥനിൽ നിന്ന് വിശദീകരണം തേടണമെന്നും കണ്ണിയൻ അബൂബക്കർ പറഞ്ഞു. ഈ കൗൺസിലിലേക്ക് ഇത് വരുന്നതിന് മുമ്പ് അതിന് 4 മാസം മുമ്പ് 26/6/2024 ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പരാമർശത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർ ഈ കുറിപ്പ് പറഞ്ഞ എല്ലാ കാര്യമാണ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഒഴിവാക്കാനാണ്. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടാണ് അജണ്ടയിലേക്ക്. അത് കുറിപ്പിൽ പറഞ്ഞ ഒരു കാരണം KSEBിന്റെ പോസ്റ്റ് മാറ്റാൻ ഉണ്ടായിരുന്നതാണ്. KSEBിന്റെ പോസ്റ്റ് നീക്കം ചെയ്തവർക്ക് നിർവഹണ ഉദ്യോഗസ്ഥർ കത്ത് കൊടുത്തിട്ടില്ല. ഇത് കത്ത് കൊടുക്കുന്നതിന് മാത്രമെങ്കിൽ പൈസ അടക്കാം, എന്നാലേ KSEBിന് വീഴ്ചയിൽ കാണാത്തുള്ളൂ. പൈസ എത്രയും അതിന് കാണുന്നില്ല. രണ്ടാമത് കണ്ടത് കോവിഡ് ആണെന്ന ഈ നിർവഹണ ഉദ്യോഗസ്ഥന് ഈ കക്ഷിക്ക് ഈ പറയുന്ന കോൺട്രാക്ടർക്ക് ഒരുപാട് അതിൽ എവിടെയും കോവിഡ് ആയതുകൊണ്ട് ആ കാര്യത്തൊക്കെ അറിയാം. കോവിഡ് ആയതുകൊണ്ട് കോവിഡ് നിയന്ത്രണമുള്ളതിന് നടത്താൻ കഴിയില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആരെ പറഞ്ഞിട്ടാണ് പാടുണ്ടായിരുന്നു, കോവിഡ് ഉണ്ടായിരുന്നല്ല പാടുണ്ടായിരുന്നില്ല. പിന്നെ 2020 മാർച്ച് മുതലാണ് കോവിഡ് നിയന്ത്രണങ്ങൾ വന്നത്. ഈ പറഞ്ഞ സംഗതി അത് കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും റിലാക്സ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗൊന്നും പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ട് ഇപ്പൊ കൂടിയെന്നുള്ളതിന് ഉത്തരം തന്നെയാണ്. ഒന്നുകൂടെ പ്രത്യേകം ജനങ്ങളുടെ പ്രബുദ്ധതയുടെ ഭരണസമിതി എന്ന നിലക്ക് കൗൺസിൽ അങ്ങനെ തുറന്ന ഗാലറിയാണ്. ആത്മനിരിക്കാവുന്ന കൗൺസിൽ വന്ന ഒരു വിഷയങ്ങൾ അത് പുനഃപരിശോധിക്കേണ്ടതാണെന്ന് തോന്നിയാൽ പുനഃപരിശോധിക്കാമെന്നുള്ളതുകൊണ്ടാണ് കേരള മുനിസിപ്പൽ ആക്ടിൽ ഇങ്ങനെ നിയമം വന്നത്. ലീഗ് അംഗത്തിന്റെ ആവശ്യത്തെ CPM അംഗം CP അബ്ദുൽ കരീം എതിർത്തു. മുൻ തീരുമാനം തിരുത്താനുള്ള കൌൺസിലിലെ അജണ്ട രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരീം ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമാണ് മാത്രമല്ല അല്ലാതെ ഇതിനുള്ള കാര്യമായിട്ടൊന്നും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉത്തരവ് വന്നിട്ട് അജണ്ട വരുന്നത് ഉത്തരവൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്ത് ജവാറിനെ ഒഴിവാക്കി കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞതിന് ശേഷം ഒക്കെയാണ് പിന്നെ ഒരു അജണ്ട വരുന്നത്. അത് കഴിഞ്ഞ 1 മാസം കഴിഞ്ഞതിന് ശേഷം പേപ്പറിൽ വരും. ഇത് ആർക്കാണ്? ഇത് രാഷ്ട്രീയക്കാർ പുറത്ത് പല ഗ്രൂപ്പുമാരുടെ LDF UDF ഒരുമിച്ചാണ്. ഇതിന് ജവാറിനൊപ്പം ഈ കൗൺസിലുള്ള LDFിന്റെ കൗൺസിലർമാർ ശരീരടക്കം ഇതിന് ഗവൺമെന്റിന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയർമാൻ ഇതിന് മറുപടി വരണം. ഈ കൗൺസിൽ
ബസിന്റെ ഈ അജമത്ത് ഐക്യകണ്ഠയെ അനുഭവിക്കാൻ LDF ഒരിക്കലും LDF തയ്യാറല്ല. ഇത് ഒരു ആഭാസമാണ്. ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒക്ടോബർ മാസത്തെ കൗൺസിൽ തീരുമാനം തിരുത്തുകയാണെന്ന് ചെയർപേഴ്സൺ VM സുബൈദ അറിയിച്ചു. നിയമാനുസൃതമായാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞു. ഡോക്ടേഴ്സ് കോളനി, ടൗൺ ഹാൾ, കൽപ്പാലം, നിലമ്പൂർ റോഡ്, കുത്തുക്കൽ ബൈപ്പാസ്, മെഡിക്കൽ കോളേജ് റോഡ്, മലപ്പുറം റോഡ് എന്നിവിടങ്ങളിലെ ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലുണ്ടായ കാലതാമസത്തിന് കരാറുകാരനിൽ നിന്നും 3,33,333 രൂപ പിഴ ഈടാക്കുമെന്നാണ് ഓഡിറ്റ് പരാമർശം. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.